അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. വിശുദ്ധ ഖുർആൻ പഠനം ഒരു വിശ്വാസിക്ക് ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. ഖുർആൻ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ അവനാണ് ഏറ്റവും ഉന്നതനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അഥവാ ഖുർആൻ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യാതിരിക്കുന്ന ആളുകളെല്ലാം ഷർറാണ്, മോശക്കാരാണ് എന്നാണ് ആ ഹദീസിൻ്റെ മറുവശം. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കാൻ നമ്മൾ സന്നദ്ധതയും താല്പര്യവും കാണിക്കണം. നമ്മൾ പരീക്ഷ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഖുർആൻ പഠിക്കാനൊരു താല്പര്യമുണ്ടാകും. അങ്ങനെ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഹജ്ജ് ഈ വെക്കേഷനിൽ പഠിച്ച് പരീക്ഷ എഴുതാൻ നമുക്ക് തീരുമാനിച്ചാലോ? ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ എന്ന പേരിൽ ഈ കൂട്ടായ്മയുടെ കീഴിൽ വർഷങ്ങളായി നടന്നു വരുന്ന സംരംഭമാണ്. ഖുർആൻ പഠിക്കാൻ നമുക്ക് പ്രേരണ നൽകുന്ന ഓരോ ശാഖകളിലും ഖുർആൻ പഠിക്കുന്ന സെൻറ്ററുകളാണ് ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ. അതിൻ്റെ ഈ വർഷത്തെ മൊഡ്യൂൾ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജാണ്. ആ സൂറത്തുൽ ഹജ്ജിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള വാർഷിക പരീക്ഷ ഇൻഷാ അല്ലാഹ് മെയ് 24-ന് കേരളത്തിലെ വിവിധ സെൻറ്ററുകളിൽ നൂറുകണക്കിന് സെൻറ്ററുകൾ ഇൻഷാ അല്ലാഹ് നടക്കും. നിങ്ങൾക്ക് ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യാം. അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള സമയമാണിപ്പോൾ. ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഏതെങ്കിലും ഒരു ഘടകത്തിൻ്റെ മെമ്പറല്ലാത്ത ഒരു സാധാരണക്കാരായ ആളുകൾ, ഞാൻ വിസ്ഡത്തിന് മെമ്പറല്ലല്ലോ, എനിക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ലല്ലോ എന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല. അത്തരം ആളുകൾക്കും ഈ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധ്യമാകും. അങ്ങനെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ മെമ്പറല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുക എന്നാണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. അതിനാദ്യം നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ ഒരു പരിചയക്കാരിൽ നിന്നും പരീക്ഷയുടെ ലിങ്ക് നിങ്ങൾ ചോദിച്ചു വാങ്ങുകയാണ് വേണ്ടത്. പരീക്ഷ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾ ചോദിച്ചു വാങ്ങുക. അങ്ങനെ നിങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് പരീക്ഷാ രജിസ്ട്രേഷൻ്റെ ലിങ്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ലിങ്കിൽ നേരെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബ്രൗസറിലേക്ക് പോകാൻ കഴിയും. ആ ലിങ്കിൽ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള വിൻഡോ ആണ് വരിക. അവിടെ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്. ഞാനിവിടെ രജിസ്റ്റർ ചെയ്യാത്ത എൻ്റെ മൊബൈൽ നമ്പറാണ് കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടിന്യൂ അടിക്കുക. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഞാനിവിടെ എൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. പേര് കൊടുക്കുന്നു. ഈ എൻ്റെ നമ്പർ ഞാൻ വീണ്ടും ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യണം. നേരത്തെ ഒരു വട്ടം ടൈപ്പ് ചെയ്താലും നിങ്ങൾ ഒന്നും കൂടി നമ്പർ അവിടെ ടൈപ്പ് ചെയ്യണം. നമ്മുടെ പ്രായം നിങ്ങളവിടെ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്യുക. അവിടെ അതിനുശേഷം ഡിസ്ട്രിക്റ്റ്, ജില്ല എന്ന് കാണാം. നിങ്ങൾ ഏത് ജില്ലക്കാരനാണോ ആ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന ജില്ലയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ ഉദാഹരണത്തിന് തിരുവനന്തപുരം എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങളവിടെ ഏരിയ, പ്രദേശം എന്ന് നിങ്ങൾ കൊടുക്കണം. അഥവാ നിങ്ങൾ ഈ ഏറ്റവും അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങൾ കാണാൻ കഴിയും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത സ്ഥലം ഏതാണോ അതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ ആറ്റിങ്ങൽ എന്ന് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങൾ ആ ആറ്റിങ്ങൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നിങ്ങൾക്ക് ആറ്റിങ്ങൽ എന്ന പ്രദേശത്തോട് നിങ്ങൾ താമസിക്കുന്നതിന് ഏറ്റവും അടുത്ത പ്രദേശം അവിടെ നിങ്ങൾ കുറച്ച് സെലക്ട് ചെയ്യാൻ കഴിയും. ഉള്ളതിൽ ഏതാണോ നിങ്ങളുടെ ഏറ്റവും അടുത്ത പ്രദേശം അതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ ആലംകോട് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന നിങ്ങളുടെ ആക്ച്വൽ പ്ലേസ്, നിങ്ങളുടെ സ്വന്തം സ്ഥലം നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങളവിടെ ലൊക്കേഷൻ പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സ്ഥലം ഞാനിവിടെ ആലംകോട് എന്ന് തന്നെ ഇവിടെ കൊടുക്കുകയാണ്. അങ്ങനെ നിങ്ങൾ കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ ആ നാട്ടിലെ പോസ്റ്റൽ പിൻകോഡാണ് നിങ്ങൾ നൽകേണ്ടത്. ഞാനിവിടെ ഒരു ഏകദേശ പിൻകോഡ് നൽകുകയാണ്, കറക്റ്റ് പിൻകോഡല്ല. നിങ്ങൾ പിൻകോഡ് കൊടുത്തിട്ട് രജിസ്റ്റർ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ അവിടെ രജിസ്റ്റർ ചെയ്യുകയാണ്. നിങ്ങൾ രജിസ്ട്രേഷൻ അവിടെ പൂർത്തിയാക്കുന്നതോടൊപ്പം തന്നെ ഇനി നിങ്ങൾക്ക് കാണുന്നത് നിങ്ങൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ ആണ്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കിനി പരീക്ഷ എഴുതുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണ് ഈ അക്കൗണ്ട് ക്രിയേഷൻ. ഇത് ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷ വളരെ എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്യാൻ, കാരണം നിങ്ങൾ മൊബൈൽ ഫോണിൽ തന്നെയാണ് ഇൻഷാ അല്ലാഹ് പരീക്ഷ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നമ്പർ നിങ്ങൾക്ക് അവിടെ കാണാം. നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു. അവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് നിങ്ങളവിടെ കൊടുക്കുക. ഞാനിവിടെ തൽക്കാലത്തിനൊരു പാസ്വേഡ് ഞാനിവിടെ കൊടുക്കുന്നു. ആ പാസ്വേഡ് ഒന്നുകൂടി നിങ്ങൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് ആൻഡ് കണ്ടിന്യൂ എന്നത് ക്ലിക്ക് ചെയ്യലോടുകൂടി നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർണ്ണമാക്കി കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജോയിൻ ഒഫീഷ്യൽ ഗ്രൂപ്പ് എന്നൊരു ഓപ്ഷൻ അവിടെ കാണാം. ആ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ആയി കഴിഞ്ഞു, അഥവാ നിങ്ങളിതിലേക്ക് ആയിക്കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾക്ക് ഈ ലോഗിൻ ഓപ്ഷനിലേക്ക് പോയി നിങ്ങളുടെ
ഇപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ആ നമ്പർ നിങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളിപ്പോൾ നൽകിയ പാസ്വേഡ് വെച്ചുകൊണ്ട് നിങ്ങൾക്കതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധ്യമാകും. ഇവിടെ നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ഗൈഡ് എന്നൊരു വിൻഡോ ആണ് നിങ്ങൾക്ക് വരിക. അവിടെ നിങ്ങൾ QHLS വാർഷിക പൊതുപരീക്ഷ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നിങ്ങൾക്ക് പേയ്മെൻറ്റാണ് ഇനി പൂർത്തിയാക്കേണ്ടത്. പേയ്മെൻറ്റ് എങ്ങനെ പൂർത്തിയാക്കാം? നിങ്ങൾ പേ നൗ എന്നത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് പൂർത്തിയാക്കാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലോ ഒക്കെയുള്ള ആളുകളെ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ഫാമിലി ഓർ ഫ്രണ്ട്സ് എന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഞാനിവിടെ എക്സ് എന്നൊരു പേര് കൊടുക്കുന്നു. 10 അക്ക നമ്പർ ആയിക്കൊണ്ട് ഒരു ഏകദേശ നമ്പർ ഞാൻ കൊടുക്കുന്നു. അതിനുശേഷം ഞാനിവിടെ വയസ്സ് കൊടുക്കുന്നു. എൻ്റെ ജെൻഡർ സെലക്ട് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജില്ലയും നിങ്ങളുടെ പ്രദേശവും നിങ്ങളുടെ സ്ഥലവും നിങ്ങളവിടെ ആ വ്യക്തിയുടെ നിങ്ങൾ സെലക്ട് ചെയ്യണം. അവരുടെ ലൊക്കേഷൻ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യണം. അതിനുശേഷം നിങ്ങളവിടെ പോസ്റ്റൽ കോഡ് ടൈപ്പ് ചെയ്യണം. രജിസ്റ്റർ നൗ എന്നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ രജിസ്റ്റർ പൂർത്തിയാക്കാൻ വേണ്ടി സാധ്യമാകും. അങ്ങനെ നിങ്ങൾ അതോടുകൂടി ആ രജിസ്ട്രേഷൻ നിങ്ങൾ പൂർത്തിയാക്കുകയാണ്. ഇനി പേയ്മെൻറ്റ് പൂർത്തിയാക്കുന്നതാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. പരീക്ഷയ്ക്ക് 30 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെൻറ്റ് പൂർത്തിയാക്കും. അതിനുവേണ്ടി നിങ്ങൾ പേ നൗ എന്നതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. പേ നൗ എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് വിൻഡോയിലേക്ക് പോകാൻ കഴിയും. അവിടെ നിങ്ങൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് പൂർത്തിയാക്കുന്നത്? ഗൂഗിൾ പേ വഴിയാണോ, ഫോൺ പേ വഴിയാണോ, അതല്ല മറ്റേതെങ്കിലും വഴിയാണോ, ഇനി അതല്ല നിങ്ങൾ മറ്റേ നെറ്റ് ബാങ്കിങ് ആണോ, കാർഡാണോ, എങ്ങനെയാണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പൈസ എത്രയാണെന്ന് കൃത്യമായി അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടാകും. ഞാൻ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകുന്നത് കാണാം. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഓപ്പൺ കൊടുത്താൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ ആപ്പിലേക്ക് അത് പോകുന്നതാണ്. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ആപ്പ് വഴി നിങ്ങൾ പൂർത്തിയാക്കുക. അങ്ങനെ ഗൂഗിൾ പേ ആപ്പ് വഴി നിങ്ങളുടെ പേയ്മെൻറ്റ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പേയ്മെൻറ്റ് പൂർത്തിയാക്കുമ്പോൾ വളരെ പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പേയ്മെൻറ്റ് പൂർത്തിയാക്കുന്ന വിഷയം നിങ്ങൾ ഒരിക്കലും ഒരു ധൃതി കാണിക്കുവാൻ വേണ്ടി പാടില്ല. ഇവിടെ നിങ്ങളുടെ പേയ്മെൻറ്റ് പൂർത്തിയാക്കുക, നിങ്ങളുടെ ഓക്കെ കൊടുത്ത് പാസ്വേഡ് അടിച്ച് നിങ്ങൾ പേയ്മെൻറ്റ് പൂർത്തിയാക്കി നിങ്ങൾ കുറച്ച് സെക്കൻഡുകൾ വെയിറ്റ് ചെയ്യണം. കാരണം പെട്ടെന്ന് പിന്നോക്കം നമ്മൾ വന്നാൽ നിങ്ങൾ പേയ്മെൻറ്റ് പൂർത്തിയാകാത്തതായിക്കൊണ്ട് നിങ്ങൾക്ക് വിൻഡോയിൽ കാണിക്കപ്പെടും. ഒരു കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് എന്ന് കാണിക്കും. അത് പൂർത്തിയായി പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് കാണിച്ചാൽ നിങ്ങൾ പിന്നിലേക്ക് വരരുത്. അപ്പോഴും അവിടെ കുറച്ച് സെക്കൻഡുകൾ പിന്നോക്കം വരുന്നത് കാണാം. അങ്ങനെ 5 4 3 2 1 0 അത് പൂർത്തിയായി കഴിഞ്ഞാൽ 0 കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് ആപ്പിലേക്ക് വരിക. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെൻറ്റ് പൂർത്തിയായതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നത് കാണാം. അതല്ലാതെ നിങ്ങൾ പെട്ടെന്ന് പിന്നോക്കം വന്നു കഴിഞ്ഞാൽ അവിടെ വീണ്ടും പേ നൗ എന്ന് തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് പൂർത്തിയാക്കാത്തതായി അവിടെ കാണും. ഇനി നിങ്ങളങ്ങനെ പെട്ടെന്ന് പിന്നോക്കം വന്നു കഴിഞ്ഞാലും നിങ്ങൾ പേയ്മെൻറ്റ് പൂർത്തിയാക്കിയിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വീണ്ടും പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ ഏറ്റവും അടുത്ത വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഒരു ഭാരവാഹിയുമായി നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ച് നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും വേഗം രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. പഠിക്കാൻ ഇപ്പോൾ തന്നെ തുടങ്ങുക. ഇനി എങ്ങനെയാണ് പഠിക്കാൻ വേണ്ടി നിങ്ങളുടെ പഠനസഹായം കിട്ടാൻ നിങ്ങൾക്ക് ഈ ഗൈഡിൽ തന്നെ നിങ്ങൾക്ക് ഓപ്ഷനുണ്ട്. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് വിൻഡോ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ അമാനി തഫ്സീർ ഡൗൺലോഡ്, പരീക്ഷാ പഠന സഹായി ഡൗൺലോഡ് എന്ന ഓപ്ഷൻ കാണാം. നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഡ്രൈവിലേക്ക് പോകും. നിങ്ങൾക്ക് അമാനി തഫ്സീർ തുറന്നു വരുന്നത് കാണാം. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഫോണിൽ നിന്ന് വായിച്ചെടുക്കാം. അതേപോലെ ഗൈഡും നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പരീക്ഷാ പഠന സഹായി നിങ്ങൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പിന്നെ ഫോണിൽ വായിക്കാൻ സാധ്യമാകും. അങ്ങനെ എത്രയും പെട്ടെന്ന് പഠനം തുടങ്ങി വായന പൂർത്തിയാക്കി മെയ് 24 ഇൻഷാ അല്ലാഹ് നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.